തളിക്കുളം എരണയെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറും. ഈ മാസം 20-ന് ചൊവ്വാഴ്ചയാണ് ഉത്സവം. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊടിയേറ്റ് കർമ്മം നടക്കും. ക്ഷേത്രം ശ്രീകോവിലിന് മുൻഭാഗവും ഇടതും വലതും ഭാഗത്തെ ദ്വാരപാലക ശില്പങ്ങളും പിച്ചളയിൽ പൊതിഞ്ഞതിന്റെയും ഇരുഭാഗത്തും അഷ്ടലക്ഷ്മികൾ പിച്ചളയിൽ പൊതിഞ്ഞതിന്റെയും സമർപ്പണം ഞായറാഴ്ച നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് 7-ന് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി നയിക്കുന്ന പതി ഫോക്ക് ബാൻഡ് അരങ്ങേറും. ഈ മാസം 18-ന് ഞായറാഴ്ച രാവിലെ ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണവും 19-ന് തിങ്കളാഴ്ച രാത്രി 9-ന് പള്ളിവേട്ടയും നടക്കും. 20-ന് ചൊവ്വാഴ്ച രാവിലെ 8:30-ക്ക് നടക്കുന്ന ശിവേലി എഴുന്നള്ളിപ്പിന് ചൊവ്വലൂർ മോഹനൻ നയിക്കുന്ന പഞ്ചാരിമേളം അകമ്പടിയേകും. വൈകിട്ട് 3-ന് നടക്കുന്ന കാഴ്ച ശിവേലിക്ക് 9 ആനകൾ അണിനിരക്കും. ചേലക്കര കുട്ടൻ നയിക്കുന്ന പഞ്ചവാദ്യം കാഴ്ച ശിവേലിക്ക് അകമ്പടിയൊരുക്കും. കൊടിയേറ്റ ദിനം മുതൽ ഉത്സവ ദിവസം വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 21-ന് നടക്കുന്ന ഭഗവതിയുടെ ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഈ മാസം 31-ന് പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പ്രിൻസ് മദൻ, EC ഗുണശീലൻ, EVN പ്രേംദാസ്, EVS സ്മിത്ത്, ES ഷൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തളിക്കുളം എരണയെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 2026 ജനുവരി 11-ന് കൊടിയേറ്റം ആരംഭിക്കുകയാണ്. അന്നേ ദിവസം എരണയെഴുത്ത് തറവാട്ടിലെ സഹോദരങ്ങളായ ശ്രീ ഗോപാലകൃഷ്ണനും ശ്രീ വിനോദനും അവരുടെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം ക്ഷേത്ര ശ്രീകോവിലിന് മുൻഭാഗവും ഇടവും വലവും ഭാഗത്തെ ദ്വാരപാലക ശില്പങ്ങളും പിച്ചളയിൽ പൊതിഞ്ഞതിന്റെയും ഇരുഭാഗത്തും അഷ്ടലക്ഷ്മികൾ പിച്ചളയിൽ രൂപകൽപ്പന ചെയ്തതിന്റെയും സമർപ്പണവും നടക്കും. 2025 18-ന് ഞായറാഴ്ച രാവിലെ ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടക്കും. അന്ന് തന്നെ സുപ്രസിദ്ധ നാടൻ പാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ പാത്തി ഫോക്ക് ബാൻഡ് തൃശൂർ ക്ഷേത്രാങ്കണത്തിൽ ഒരു പിടി നാടൻ പാട്ടുകളും കലാരൂപങ്ങളും അവതരിപ്പിക്കും. ജനുവരി 20-ന് നടക്കുന്ന മഹോത്സവത്തിന് 9 ആനകളുടെ എഴുന്നള്ളിപ്പും തുടർന്ന് വർണ്ണമഴയും നടക്കും.